മണിയണ്ണ. 8:45 വാത്തില്ല എന്നാലും പറയാം. അതല്ല, ഞാൻ മണിയണ്ണ സ്നേഹത്തോടെ വിളിച്ചത്. നീ എന്നെ ഒരു സ്നേഹത്തോടെ വിളിക്കേണ്ടത് അണ്ണ. നീ എന്നാലും ഇത്തിരി പൈസ കിട്ടിയപ്പോഴത്തെ നീ എന്നെ ഇറക്കി വിടത്തില്ല. അണ്ണ അങ്ങനെയല്ല, നീ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാനല്ലേ നിന്റെ ഭർത്താവല്ലേ ഞാൻ. അതൊക്കെ എനിക്കറിയാം. നീ പൈസ ആണോ നിനക്ക് വലുത്? അണ്ണ പോട്ടെ. പക്ഷെ ഇത്രയൊക്കെ കേട്ടത് ഞാൻ ഇവിടെ നിൽക്കണം അല്ലേ? നിൽക്കത്തില്ല. അണ്ണ അങ്ങനെ പറയില്ലേ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? അഭിമാനം. എനിക്ക് എന്റെ അഭിമാനം വരുന്നതാണ്. ഞാൻ നിൽക്കത്തില്ല. ഞാൻ പോകും. ഞാൻ എന്റെ പാട്ടിൽ പോകും. നോക്കൂ, ഈ വീട്ടിൽ താമസിക്കുന്ന 12 വർഷത്തിൽ കൂടുതലായി. ഇന്ന് വരെ എനിക്ക് മാറി എടുക്കാൻ ഒരു തുണിയുണ്ടോ? ആകെ ഉള്ള തുണിയാണെങ്കിൽ അവിടെ ഇവിടെ കീറി കിടക്കുന്നത്. അത് ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അത് ഊരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാ. എടാ ഇറക്കാ കാർത്തി, അവളുടെ ഒരു സങ്കടം പറഞ്ഞ അല്ല, നീ വെറുതെ വെയിൽ കൊള്ളല്ലേ, നടക്കുന്ന കേസല്ല. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു തന്ത ഇല്ലാത്ത കൊച്ചാണോ? ഇനി ആ കുറ്റോടെ എന്റെ തലയെ കൊണ്ട് വെക്ക്. അങ്ങനെ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ജനിച്ചപ്പോഴേ എന്റെ അച്ഛൻ മരിച്ചു പോയെന്നാ പറഞ്ഞത്. അയ്യോ ഐശ്വര്യ ധാമം. ഓ അപ്പഴേ പോയി. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ അമ്മ എന്നെ പ്രസവിക്കുന്നത്. അപ്പൊ +2 വരെ നീ നിന്റെ അമ്മയുടെ വയറ്റിരുന്ന് പഠിച്ചാ? എന്ന് ഞാൻ നിന്നോട് ഇനി ഒരു സത്യം പറയട്ടെ. എന്തോ സത്യം? ഞാൻ നിന്നോട് ഇപ്പൊ ഈ 500 രൂപ ചോദിച്ചില്ലേ, അത് വേറൊരു ഒറ്റ അനാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല, പിന്നെ ഒരു ചാരിറ്റിക്ക് വേണ്ടിട്ടാ. അതെ, അത് ചാരിറ്റിക്ക് വേണ്ടിട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, എന്തായാലും ഒരു കാര്യം ചെയ്യും. വേണ്ടടി, എത്രയോ പൈസ വെറുതെ കളയുന്നു. വേണ്ട 500 വേണ്ടടി, വേണ്ട. ഈ കാശ് പിടിക്കേ. നീ വേണ്ട, ചുമ്മാ ഈ കാശ് പിടിക്കാൻ. ഈ കാശ് പിടിക്കാൻ. പിന്നെ ഏതാ ചാരിറ്റി? ബിവറേജ് പുതിയതായിട്ട് വന്ന സാധനം ചാരിറ്റി.